എന്താ എന്താ ലോനപ്പെട്ടേ കാണിക്കുന്നേ? എന്തിനാ ഈ പിള്ളേരുടെ ആഹാരം എങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്? എന്ത് പറ്റിയതാ നിങ്ങക്ക്? പണവും കൊണ്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നേ. സന്തോഷിക്കേണ്ടതിന് പകരം എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ലോനപ്പെട്ട ആ ചോറിന് ഞങ്ങൾ വിഷം കലർത്തിയിരുന്നു. എന്താ ലോനപ്പെട്ട ഈ പറയുന്നത്? വിഷം കലർത്തിയെന്നോ? എന്റെ ഈശ്വരൻ, എന്തൊരു മഹാപാപം നിങ്ങളെ കാണിക്കാൻ പോയത്. നിങ്ങളും കൂടെ ചേർന്നാണോ ഇതൊക്കെ ചെയ്തത്? ഞങ്ങൾ 3 പേരും കൂടി ചേർന്നാ തീരുമാനിച്ചത്. കുഞ്ഞുമക്കളോട് മാത്രം ഒന്നും പറഞ്ഞില്ല. എന്റെ ദൈവമേ, ഇതിനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? പണം തരാന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞല്ലേ. പിന്നെ എന്തിനാ ലോനപ്പേട്ട ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ത് പഴച്ചു? ഞങ്ങൾ വരാൻ 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിലോ? തെറ്റുപറ്റിപ്പോയി. ആ സമയത്ത് എന്റെ തലയിൽ ഏതോ ചെകുത്താൻ കയറി. കല്യാണം നടക്കാതെ മണവാട്ടിയുടെ വേഷത്തിൽ എന്റെ മോള് പള്ളിമുറ്റത്ത് നെഞ്ചു തകർന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ എങ്ങനെ സഹിക്കും? ആ നാണക്കേട് ഓർത്തപ്പോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പണം കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ? വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഉറപ്പായിട്ടും വരുമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ രാത്രി ഇത്രയും സമയമായപ്പോ നിങ്ങൾ വരില്ലെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. ആ സമയം മുഴുവൻ ഞങ്ങൾ പണത്തിനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഇത്രയും ലേറ്റ് ആവുന്ന ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റിയില്ല. ഈ മഹാപാപം ചെയ്യുന്നതിന് മുമ്പ് ലോനപ്പെട്ട ഞങ്ങളൊന്ന് വിളിച്ചുകൂടായിരുന്നു. അതെ മോളെ, മോളെ നീ പഠിപ്പുള്ളവളല്ലേ, ബുദ്ധിയുള്ളവളല്ലേടി? ഒരു കല്യാണം മുടങ്ങിയാൽ ഇല്ലാതായി പോകുന്നതാണോ ഒരു പെണ്ണിന്റെ ജീവിതം? ആണോ?